പ്രിയ സർഗവേദി സൗഹൃദങ്ങളെവരെയും ഇന്നത്തെ കഥയരങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷൗക്കത്ത് മൊയ്തീൻ എഴുതിയ കഥയാണ് ഇന്ന് കഥയരങ്ങിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്ന് വീതം മൂന്ന് നേരം. ശബ്ദം നൽകിയത് ജ്യോതിലക്ഷ്മി. ഒന്ന് വീതം മൂന്ന് നേരം. രാത്രി കിടക്കാൻ നേരം ഒരു ഫോൺ കോൾ വന്നു. കട്ടിലിൽ കിടന്നുകൊണ്ട് കൈ നീട്ടി മൊബൈൽ എടുത്തു. ഭാര്യയെക്കാളും അടുത്ത് കിടക്കുന്നതും സ്പർശനം കിട്ടുന്നതും ഇപ്പോൾ മൊബൈലിലാണല്ലോ. ഹലോ, സാർ ഉറങ്ങുവാണോ? ഞാൻ പൊന്നുവാ. കിളിനാദം. പൊന്നുവോ? ഏത് പൊന്നു? ആരുടെ പൊന്നു? ഫേസ്ബുക്കിലെ ഓലപ്പുര ഗ്രൂപ്പിൽ കവിതകൾ എഴുതുന്ന പൊന്നു പോത്തുംകണ്ടം. ഓ, മനസ്സിലായി. പറയൂ പൊന്നു പോത്തുംകണ്ടമേ. സാറേ, എന്റെ കവിതാ സമാഹാരം ഇറങ്ങി. അതെന്താ, കവിതാ സമാഹാരം തെങ്ങിന്റെ മണ്ടയിൽ കയറിയിരിക്കുമായിരുന്നോ എന്ന് ചോദിക്കാനാണ് തോന്നിയത്. പക്ഷെ നാക്കിന്റെ തുമ്പിൽ വന്ന ആ ഡയലോഗ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ആഹാ, അടിപൊളി, അഭിനന്ദനങ്ങൾ. കവിതാ സമാഹാരത്തിന്റെ പേരെന്തുവാ? ഒന്ന് വീതം മൂന്ന് നേരം. ഇതെന്താ, കഷായമാണോ? ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്, അതുകൊണ്ടാണ് ആ പേരിട്ടത്. അത് ശരി. എവിടെ വെച്ചായിരുന്നു പ്രകാശനം? ഹോസ്പിറ്റലിന്റെ മോർച്ചറിയുടെ അടുത്ത് ഒരു ഹാളുണ്ട്, അവിടെ വെച്ച്. പ്രശസ്ത ഫേസ്ബുക്ക് കവി കരമന ഖാദർ എന്റെ ആദ്യത്തെ കവിത ആലപിച്ചു. കരമന ഖാദർ എന്റെ വാർഡിലെ ഷുഗർ പേഷ്യന്റ് ആണ്. മോർച്ചറിയിൽ നിന്നും അജ്ഞാത ജനങ്ങൾ വല്ലതും എഴുന്നേറ്റ് ഓടിയോ ആവോ? ഞാൻ മെല്ലെ പറഞ്ഞു. ഹലോ, സാർ എന്താ പറഞ്ഞത്? കേട്ടില്ല. അല്ല, മോർച്ചറിയുടെ അരികിൽ വെച്ച് പ്രകാശനം വേണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതെ സാറേ, ഡ്യൂട്ടിക്കിടയിൽ മനസ്സിലേക്ക് വരുന്ന കവിതാശകലങ്ങളെ ബുക്കിലേക്ക് കുറിച്ചു വെക്കുന്നത് ഇവിടെ വന്നിരുന്നാണ്. ഇവിടെ ഏകാന്തതയുണ്ട് സാറേ. ഇവിടുത്തെ പ്രേതങ്ങളെല്ലാം സൈലന്റ് ആണ്, അതുകൊണ്ട് ഒരു ശല്യവും ഇല്ല. ഓ, അങ്ങനെ. സാറേ, അഡ്രസ് പറയൂ, കവിതാ സമാഹാരം അയക്കാം. കൊറിയർ ചാർജ് അടക്കം വെറും 500 രൂപ മതി. ഇവിടെ ആഹാരം കഴിക്കാൻ പാടുപെടുമ്പോഴാ നിങ്ങളുടെ ഒരു സമാഹാരം. സാർ എന്താ പറഞ്ഞത്? കേട്ടില്ല. അല്ല, 500 രൂപയോ? 500 രൂപയ്ക്ക് വിലയൊന്നും ഇല്ലേ കുഞ്ഞേ? തകഴിയുടെ ചെമ്മീന് പോലും ഈ വിലയില്ല. എന്റെ സാറേ, ദിവാകരന്റെ മത്തിക്കുണ്ടല്ലോ 450 രൂപ. ചെമ്മീന് പണ്ടത്തെ പോലെ ടേസ്റ്റ് ഒന്നും ഇല്ല എന്റെ സാറേ. അത് ശരി. ഭയങ്കര കവിയത്രിയാണ് പോലും, തകഴിയെ കേട്ടിട്ടില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞു. എന്താ സാറേ മിണ്ടാത്തത്? ഒന്നുമില്ല. ഈ നമ്പറിൽ നാളെ തിരിച്ചു വിളിക്കാം കുഞ്ഞേ. ഓക്കെ സർ, ഗുഡ് നൈറ്റ്. മൊബൈൽ കട്ട് ചെയ്തപ്പോൾ രാത്രി കഴിക്കാനുള്ള ഗുളികയും കൊണ്ട് ഭാര്യ കടന്നു വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഗുളിക കഴിച്ചോ? ഇല്ല. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്ന് വീതം മൂന്ന് നേരം കഴിക്കാൻ വേണ്ടി 800 രൂപ കൊടുത്ത് വാങ്ങിയ ഗുളികയാണ്. ഒന്നുകിൽ മുടക്കിയ പണത്തെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുക. ഇത് രണ്ടും വിലപ്പെട്ടതാണ്, മറക്കണ്ട. ഒന്ന് വീതം മൂന്ന് നേരമുള്ള ഗുളികയും കവിതയും എൻ്റെ മുന്നിൽ ഒരു കഥയായി മാറി. കഥ ഇവിടെ പൂർണ്ണമാകുന്നു.